ക്രിസ്മസ് ഒക്കെ വരാൻ പോകല്ലേ, നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ് ഈ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി 2 ഓറഞ്ചും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസാക്കി എടുക്കുക. അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഇടുക. അത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ജ്യൂസ് കുറച്ച് വറ്റിച്ചെടുക്കുക. മിക്സിയുടെ ജാറെടുത്ത് 2 ഏലക്ക, 2 കഷ്ണം പട്ട, 2 കഷ്ണം ഗ്രാമ്പു, കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്യുക. മുട്ട നന്നായി പതയുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു സ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് മേൽഭാഗം മാത്രം ഒന്ന് ചെത്തിയിട്ട് കൊടുക്കുക. ഞാൻ ഇതിനായി എടുക്കുന്ന 1 കപ്പ് മൈദ, അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി നന്നായി അരിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചതിൽ നിന്ന് ഞാൻ പകുതി മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര കാരമൽ ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തതിലേക്ക് കുറച്ച് മാവിട്ട് നന്നായി കലക്കി യോജിപ്പിക്കുക. മുഴുവൻ മാവും ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് നേരത്തെ വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് മാവും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കലക്കുക. നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. 150 ഡിഗ്രിയിൽ 1/2 മണിക്കൂർ വേവിക്കുക. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പ്ലം കേക്ക് തയ്യാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.